മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന പ്രതാപനെ ആണെങ്കിൽ കണ്ണൻ നല്ല രീതിക്ക് തന്നെ പെരുമാറുന്നു. കണ്ണൻ അങ്ങനെ നടക്കാൻ കഴിയുമെന്നുള്ള സത്യം പ്രതാപനും മുത്തശ്ശിയും അങ്ങനെ തന്നെ മനസ്സിലാക്കുകയാണ്. പ്രതാപനെ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മർദ്ദിക്കുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും കണ്ണൻ പ്രതാപനോടായിട്ട് പറയുകയാണ്. ഇനിയുള്ള കാലം തൻ്റെ മകളാണെങ്കിൽ അവിടെ ഒരു ദാസിയെപ്പോലെ തന്നെ കഴിയും, അതൊരിക്കലും മാറ്റമില്ലാത്തൊരു അവസ്ഥയാണെന്നെല്ലാം പ്രതാപനോട് പറയുന്നുണ്ട്. എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാനൊരു മഹാറാണിയെപ്പോലെ നോക്കുകയും ചെയ്യും, അത് കണ്ട് താൻ അസൂയപ്പെട്ട് നിൽക്കുകയുള്ളൂ, തൻ്റെ മകൾ ഒരിക്കലും നല്ലൊരു ജീവിതത്തിലോട്ട് മുന്നോട്ട് വരില്ല എന്നെല്ലാം പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. മാർക്കോനേക്കാളും ശക്തനാണ് ഞാനിപ്പോൾ, അതെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. എൻ്റെ മഹിയെ കൊല്ലാൻ ശ്രമിച്ച തന്നെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. താൻ ഇനി എന്തെങ്കിലും ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ മകളെ ഞാൻ കൊന്നിട്ടാണെങ്കിലും ജയിലിൽ പോകും. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും 10 തലമുറയ്ക്കും കഴിയാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. പക്ഷേ തൻ്റെ മകൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ടെ ആകെ വിറച്ച് നിൽക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും. ഞാനിപ്പോൾ കാലിന് സ്വാധീനമില്ലാത്ത ഒരാളല്ലെന്ന് തനിക്കിപ്പോൾ തന്നെ മനസ്സിലായില്ലേ, അതുകൊണ്ട് ഞാനാണ് തന്നെ അന്ന് ഇരുട്ടട്ടി തന്ന് വീഴ്ത്തിയതെന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപനും മുത്തശ്ശിയും ആകെ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ എല്ലാ താക്കീതുകളോടും കൂടി തന്നെ കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. കണ്ണന് നടക്കാൻ കഴിയുമെന്നുള്ള കാര്യം നീ എന്തിനാടി ഞങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചതെന്ന് മുത്തശ്ശി മോഹിനിയോട് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ദേഷ്യപ്പെടുന്നത് കണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇനി അധികം ദേഷ്യപ്പെടണ്ട. അപ്പോഴേക്കും മോഹിനി പറയുന്നു, എനിക്കിപ്പോൾ പഴയ പോലെ തന്നെ പേടിയൊന്നുമില്ല, താനിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. ഇടികൊണ്ട് ചതഞ്ഞ ശരീരത്തിൽ മുത്തശ്ശി പ്രതാപന് ചൂട് പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും അമ്മ എന്താണ് ഇന്നലെ സംഭവിച്ചതെന്നെല്ലാം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പ്രതാപ ഈ പറയുന്നത്, എന്താണ് സംഭവിച്ചതിൻ്റെ ബാക്കിയല്ലേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നെല്ലാം പറയുമ്പോൾ എന്നാലും എനിക്ക് അവൻ നടന്നത് ഓർക്കുമ്പോഴേക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനപ്പോൾ എപ്പോഴേ നടന്നതായിരിക്കും, അവൻ എന്നെ തല്ലിച്ചതച്ചിട്ട് ഒരുപാട് നാളായില്ലേ, അപ്പോഴേ അതിനു മുമ്പേ മുതൽ അവൻ നടക്കാൻ തുടങ്ങിയതാണെന്നെല്ലാം പ്രതാപം പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഉറപ്പിക്കാം അവളുടെ കുഞ്ഞ് തന്നെയാണ് അവൻ്റെ വയറ്റിൽ വളരുന്നതെന്ന്, ഇനി യാതൊരു സംശയവും വേണ്ട എന്ന് പറയുന്നു. മൂന്നാറിൽ വെച്ച് മേഘനാണെങ്കിൽ അവൻ നടന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ മദ്യത്തിൻ്റെ ലഹരിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും അത് വിശ്വസിച്ചില്ല. പക്ഷേ മൂന്നാർ പോകുന്നതിന് മുമ്പേ തന്നെ അവൻ നടന്നതാണെന്നെല്ലാം പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പ്രതാപനെ തല്ലിച്ചതച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശിയാണെങ്കിൽ മാർക്കോനോട് പറയുമ്പോൾ മുത്തശ്ശിക്ക് വളരെ സമാധാനമാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവനാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് അവനെ വെറുത്തുകൊണ്ട് തന്നെ അവൻ ഇല്ലാതാകണം. അങ്ങനെ ഒരു സ്ഥിതിയാണ് അവനിക്ക് വരാനിരിക്കുന്നത്. മഹാലക്ഷ്മിയും കണ്ണനെയും ദ്രോഹിക്കുന്ന ആർക്കും കണ്ണീരല്ലാതെ ഭൂമിയിൽ നല്ലതൊന്നും ലഭിക്കില്ല എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട് മാർക്കോനോട്. പിന്നീട് കരുണാലയത്തിലോട്ട് പോകാനൊരുങ്ങുന്ന കരുണയോടായിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇപ്പോൾ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ പിറന്നാളല്ലേ അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ നിൻ്റെ അമ്മയുടെ പിറന്നാളിൽ നീ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നെ പ്രസവിച്ച അമ്മയല്ലേ, അപ്പോൾ എനിക്ക് പോകണ്ടേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ പോകാനൊരുങ്ങുമ്പോൾ ഉണ്ണി ഓരോ കാര്യങ്ങളെല്ലാം കരുണയോടായിട്ട് ചോദിക്കുകയാണ്. എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നൊന്നും അതൊന്നും ചകയാനൊന്നും പോകണ്ട, ഇനി പഴയ കരുണ ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ തന്നെയായിരിക്കും കരുണയുടെ മുന്നോട്ടുള്ള ജീവിതം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണ അവിടെ നിന്ന് പോവുകയാണ്. മഹിയുടെ അമ്മയുടെ പിറന്നാളിന് വരുന്നുണ്ടോ എന്നല്ല രണ്ടാനമ്മയോടായിട്ട് കണ്ണൻ ചോദിക്കുമ്പോൾ ഞാനൊന്നും വരുന്നില്ല, നിങ്ങളെല്ലാം പോയി സന്തോഷിച്ചാൽ മതി എന്നെല്ലാം പറയുകയാണ് ദുർഗ. പിന്നീട് മഹിയുടെയും കണ്ണൻ്റെയും കൂടെ പോകാനൊരുങ്ങുന്ന കരുണയോടായിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോളെ നീ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, എന്നെയും അവളെയും പ്രസവിച്ചത് ഒരമ്മ തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. മഹിയുടെ പിറകെ ഒന്നും മിണ്ടാതെ തന്നെ പോകുന്ന കരുണയെ കണ്ട ദുർഗയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നു. ഇവൾക്ക് എന്താണ് മോനെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അതേസമയം ഉണ്ണി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ദുർഗയാണെങ്കിൽ അവളുടെ മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും പ്ലാനിങ് ആയിരിക്കും, എന്നിട്ട് പിന്നീട് അവസരം കിട്ടുമ്പോഴേക്കും മഹിയെ എന്തെങ്കിലും ചെയ്യാനായിരിക്കുമെന്നെല്ലാം പറയുമ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അവരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അതെല്ലാം തിരിച്ചടിയായിട്ട് അവൾക്ക് തന്നെയായിരിക്കും വരുന്നതെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. കരുണാലയത്തിലെത്തുന്ന കണ്ണനെ കാണുമ്പോഴേക്കും മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നു. പ്രതാപനെ തല്ലിച്ചതച്ചതിൻ്റെ എല്ലാ ദേഷ്യവും കണ്ണനോടുണ്ട് മുത്തശ്ശിക്ക്. പിന്നീട് കണ്ണനാണെങ്കിലും മഹിയോടായിട്ട് ആ കേക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതുപ്രകാരം മഹിയാണെങ്കിൽ കേക്കെല്ലാം എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ കേക്കെല്ലാം അവിടെ കൊണ്ട് എടുത്ത് വെക്കുകയാണ് മഹി. പിന്നീട് മോഹിനിയും മഹിയും കരുണയും എല്ലാം കൂടെ കേക്ക് കട്ടിങ് എല്ലാം നടക്കുന്നുണ്ട്.
അവർ 3 പേരും കൂടെ കേക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, നടക്കാൻ അറിയുന്ന അവൻ്റെ അഭിനയം കണ്ടില്ലേ അമ്മ എന്നെല്ലാം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാതെ ഇരിക്കെ, എങ്ങാനും നമ്മുടെ കരുണമോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്നെല്ലാം പറയുന്നുണ്ട്. മോഹിനി കേക്കെല്ലാം കട്ട് ചെയ്ത് അന്യോന്യം മക്കൾക്ക് 2 പേർക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മക്കളും അതുപോലെ തിരിച്ച് കൊടുക്കുന്നുമെല്ലാം ഉണ്ട്. കണ്ണനും അതുപോലെ കേക്കെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ കണ്ണന് കൊടുക്കുന്നതെല്ലാം കാണുമ്പോഴേക്കും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മുത്തശ്ശിയാണെങ്കിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. കേക്ക് കട്ടിയിലും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴേക്കും കരുണയാണെങ്കിൽ മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തോ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പോവുകയാണെന്നും ഇതോടുകൂടി ലക്ഷ്മിയുടെ ജീവിതം തകർക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് എന്താണ് ഒന്ന് അനക്കമില്ലാതെ നിൽക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴും നമ്മുടെ പ്രതാപനാണെങ്കിൽ ഉത്തരം മുട്ടിപ്പോകുന്നു. പ്രതാപൻ പറയുന്നുണ്ട്, മോളെ അവൾക്ക് ഏറ്റവും വലിയ കുറവല്ലേ അവളുടെ ഭർത്താവാണെങ്കിൽ എണീറ്റ് നടക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് മോൾ സമാധാനമായിട്ടിരിക്കുന്നെല്ലാം പറയുകയാണ്. അയാൾക്ക് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ലക്ഷ്മിയാണെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരുടെ മുന്നിൽ കൂടെ അയാളെ കൊണ്ട് നടന്നേനെ എന്നെല്ലാം കരുണ പറയുമ്പോഴേക്കും മുത്തശ്ശിക്കും പ്രതാപനും ഉത്തരം മുട്ടിപ്പോവുകയാണ്. കാര്യം കണ്ണൻ നടന്നിട്ടുള്ള കാര്യം ഇവർക്ക് 2 പേർക്കും അറിയാം. പക്ഷേ കരുണയോടായിട്ട് ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.